പിന്നെ ഞാൻ ഇന്നലെ ഒരു മണ്ടത്തരം കാണിച്ചു, അതാ റിവേഴ്സ് അടിക്കുന്നത്. റിവേഴ്സ് അടിച്ചാലും പഴയതൊന്നും കാണിക്കത്തൊന്നുമില്ല, എന്നാലും ഒരു ചേഞ്ചിന് വേണ്ടിയായിട്ട് എന്ന് വിചാരിച്ചു. പിന്നെ അതിനുശേഷം ആ മണ്ടത്തരമൊക്കെ കാണിച്ചത് ചെയ്ത് തീർത്തതിന് ശേഷം ഞാൻ കുറച്ച് തുണികൾ എടുക്കാൻ വേണ്ടി ഇറങ്ങി. കുറച്ച് ഡ്രസ്സ്, ചെറിയൊരു ഷോപ്പിംഗ്, അത്രയേ ഉള്ളൂ. എൻ്റെ കണ്ണ് കണ്ടിട്ട് സൺഗ്ലാസ് ആണെന്ന് പറയരുത് കേട്ടോ. വെയിലത്തടിച്ച് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ആവുന്ന ഗ്ലാസ് ഒരു വെറൈറ്റിക്ക് വേണ്ടി വെച്ചതാണ്. എല്ലാവരും എന്നെ ഒരു നോക്ക് കുത്തി പോലെ നോക്കുക. പിന്നെ ഞങ്ങൾ തുണി മേടിക്കാനായിട്ട് എത്തി. അവിടെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് എസ്കേപ്പ് ആവാൻ നോക്കിയതാ, അവർ തൂക്കി ആകിയതിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ, ഒന്നും ഞാൻ മിണ്ടിയില്ല. അങ്ങനെ ഇറങ്ങി കയറി. സ്റ്റെയർ കയറിയപ്പോഴത്തേക്കാണ് ചിന്തിച്ച് എന്തുകൊണ്ട് ലിഫ്റ്റിൽ പോയി കൂടാണ്. ലിഫ്റ്റ് ആണെങ്കിൽ ഡോർ ക്ലോസ് ആവുന്നതിന് ഒരു അരമണിക്കൂർ എടുക്കുന്നു. അയ്യോ പേടിച്ചിട്ട് അങ്ങനെ സ്റ്റെയർ കയറാനായിട്ട് ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഞാൻ വരാന്തയിൽ കാണുന്ന ഡ്രസ്സൊക്കെ കണ്ടിട്ട് ഒന്ന് കണ്ണൊക്കെ ഉടക്കി പേടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റെയർ എന്ന് കയറി ഇത് എന്താ തീരാത്ത ഈ സ്റ്റെയർ ഇത്രയൊന്നും ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്ന അവസാനം ഞാൻ വിചാരിച്ച സ്ഥലത്തോട്ടെത്തി. എനിക്കാണെങ്കിൽ പിന്നെ ഈ തുണി കണ്ടു കഴിഞ്ഞിട്ട് ഇനി ഇത് വേണോ അത് വേണോ എന്നുള്ള കൺഫ്യൂഷൻ കൂടി വരും. അവസാനം ഇതേ കണ്ടില്ലേ ഒരെണ്ണം കയ്യിൽ തൂക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അതെന്തായാലും എടുക്കുമെന്ന് ഞാൻ ഫിക്സ് ആക്കി. പിന്നെ ഞാൻ കണ്ടില്ലയോ അതിൻ്റെ റേറ്റ് കണ്ടിട്ട് തിരിഞ്ഞു നോക്കാതെ ഞാൻ ഓടി. അത്രയ്ക്കും റേറ്റ് ഉണ്ട്. ഒരു മീറ്ററിനൊക്കെ 700 രൂപ എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ. നമുക്കതൊന്നും വേണ്ട ആഗ്രഹമില്ലാത്തൊന്നും ഉണ്ടല്ല, റേറ്റ് അത്രയും കൂടിയതുണ്ട്. പക്ഷേ ഒരു ദിവസം ഞാനത് മേടിക്കും. അവിടെ പിന്നെ കുറേ ക്രിസ്മസ് കളക്ഷൻ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ 1-2 നോക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നോക്കി മേടിച്ചതിന് ശേഷം ഞാൻ ഉദ്ദേശിച്ച് പോയ തുണി എനിക്ക് കിട്ടാത്തത് കൊണ്ട് അവിടെ നിന്ന് നിരാശയായിട്ട് മേടിച്ച് കയ്യിൽ കിട്ടിയത് മേടിച്ചുകൊണ്ട് ഇറങ്ങി. പിന്നെ ലാസ്റ്റ് വേറെ അട്ടക്കുളങ്ങര രാമചന്ദ്രന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് പോയി ഒരു പട്ടീനെ ഓട്ടിച്ചതാ കുറച്ച് മുന്നേ നിങ്ങൾ കണ്ടത്. അയ്യോ, പട്ടി എന്ന് പറഞ്ഞാലേ 7 വീട്ടിൻ്റെ അപ്പുറത്ത് പോയി നിൽക്കുന്ന ഞാനാണ്. പക്ഷേ ഞാൻ ഇവിടെ കയറി വന്നപ്പോഴത്തേക്കാണെങ്കിൽ കിട്ടേണ്ട തുണിയില്ല, ബാക്കി എല്ലാം ഉണ്ട്. പിന്നെ കണ്ണാടി കണ്ട കുറച്ച് പട്ടി ഷോ, അത് നിർബന്ധമാണ്. പിന്നെ അവസാനം കയ്യിൽ ഉദ്ദേശിച്ച ഒരു തുണിയുടെ ഒരു സിമിലാർ തുണി കിട്ടിയതുകൊണ്ട് അത് എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. ഈ വൃത്തിയൊന്നും മൈൻഡ് ആക്കണ്ട കേട്ടോ. അവിടുത്തെ ചായക്ക് നല്ല ടേസ്റ്റാണ്, നല്ല തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. ചായ കയ്യിൽ കിട്ടിയപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ പറഞ്ഞു ഒന്ന് ചേസ് അടിച്ച് നോക്കിയതാ. പിന്നെ ഒന്നും ഓർമ്മയില്ല. എല്ലാം ശുഭം. ദേ അവിടെ കമൻറ്റ്. എന്നാൽ ഓക്കെ, ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.